എന്ന കൊടും കുറ്റവാളി ജയിൽ താടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ആദ്യമായി മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അവിടെ ഒരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല. ഗൗതച്ചാമി എത്ര സമയമെടുത്ത് വളരെ ആസൂത്രത്തോടു കൂടിയാണ് ജയിൽ ചാടിയത് എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ സെല്ലിന്റെ ഭാഗത്ത് സിസിടിവി ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. അവിടെ നിന്ന് ഈ പുറത്തെ മതിലിലേക്ക് എത്ര ദൂരമുണ്ട്? വിജയൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വെളിച്ചമില്ലാത്ത ആളൊഴിഞ്ഞ മേഖലകൾ, ഒരു പരിശോധനയും ഇല്ലാത്ത മേഖലകൾ. അപ്പോൾ ഈ സെല്ലിൽ നിന്ന് വളരെ വേഗത്തിൽ റോഡിലേക്ക് എത്താൻ കഴിയുന്ന സ്ഥിതിയായിരുന്നു. എന്ന കൊടും കുറ്റവാളി ജയിൽ താടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ആദ്യമായി മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അവിടെ ഒരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല. ഗൗതച്ചാമി എത്ര സമയമെടുത്ത് വളരെ ആസൂത്രത്തോടു കൂടിയാണ് ജയിൽ ചാടിയത് എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ സെല്ലിന്റെ ഭാഗത്ത് സിസിടിവി ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. അവിടെ നിന്ന് ഈ പുറത്തെ മതിലിലേക്ക് എത്ര ദൂരമുണ്ട്? വിജയൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വെളിച്ചമില്ലാത്ത ആളൊഴിഞ്ഞ മേഖലകൾ, ഒരു പരിശോധനയും ഇല്ലാത്ത മേഖലകൾ. അപ്പോൾ ഈ സെല്ലിൽ നിന്ന് വളരെ വേഗത്തിൽ റോഡിലേക്ക് എത്താൻ കഴിയുന്ന സ്ഥിതിയായിരുന്നു. എന്ന കൊടും കുറ്റവാളി ജയിൽ താടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ആദ്യമായി മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അവിടെ ഒരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല. ഗൗതച്ചാമി എത്ര സമയമെടുത്ത് വളരെ ആസൂത്രത്തോടു കൂടിയാണ് ജയിൽ ചാടിയത് എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ സെല്ലിന്റെ ഭാഗത്ത്